അനർട്ട് അഴിമതിയിൽ പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അനർട്ട് സിഇഒയും വൈദ്യുത മന്ത്രിയും ചേർന്ന് കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണം രമേശ് ചെന്നിത്തല നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുന്നു. അജിത്ത്, അവിടുത്തെ മാർച്ച് അക്രമാസക്തമാവുകയാണോ? എന്താണ് കാണുന്നത്? ലക്ഷ്മി പത്മ, ഈ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞിരുന്നു. ഈ ബാരിക്കേഡ് പൂർണ്ണമായും പ്രവർത്തകർ തള്ളി മാറ്റുകയാണ്. മാറ്റാനുള്ള ശ്രമമാണ്. ഒരു ഭാഗത്തെ ബാരിക്കേഡ് ഇവർ തകർത്തിട്ടുണ്ട്. അകത്തുവഴി പ്രവർത്തകർ അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതാണെങ്കിലും ബാരിക്കേഡ് ഇപ്പോൾ മറച്ചിട്ട നിലയിലാണ് സാഹചര്യമുള്ളത്. പ്രവർത്തകർ പ്രതിഷേധവുമായി അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് പോലീസ് ഇത്തരത്തിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത്. ഏതാണെങ്കിൽ പോലീസ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അകത്തേക്ക് കടക്കാനുള്ള സാഹചര്യമാണ് ശ്രമിക്കുന്നത്. പക്ഷേ പോലീസ് തടയുന്ന സാഹചര്യമാണുള്ളത്. അതാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് കയറി ബാരിക്കേഡിന്റെ മുകളിൽ കയറി പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതായത് അനർട്ടുമായി ബന്ധപ്പെട്ട സൗരോർജ്ജ പമ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 100 കോടിയുടെ അഴിമതി നടന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിൽ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ നേരത്തെ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ആ വിശദീകരണങ്ങൾ തൃപ്തികരമല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അതിന് രാജിവെക്കണം, കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ രമേശ് ചെന്നിത്തല തുടർച്ചയായി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തുകയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി ആരോപണം തെളിയിക്കാൻ രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നാലെ കൃഷ്ണൻകുട്ടിയോട് 9 ചോദ്യങ്ങളുമായി രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. എവിടെ നിന്നാണ് പ്രത്യേകിച്ചും 240 കോടി രൂപയുടെ ടെൻഡർ വിളിക്കാൻ എങ്ങനെ വിളിച്ചു? അതിന് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത്? ടെൻഡർ വിളിച്ച ശേഷം എന്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു? അതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല ഇന്ന് പ്രധാനമായും ഉയർത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരിക്കുന്നത്. അല്പം മുമ്പ് DCC പ്രസിഡന്റ് എ തങ്കപ്പനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമാണ് പ്രവർത്തകത്വത്തിൽ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അത് പ്രവർത്തകർ അകത്തേക്ക് കയറിപ്പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. അനർട്ടിൽ അഴിമതി ആരോപിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് 240 കോടി ടെൻഡർ വിളിച്ചതിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. മാത്രമല്ല 9 സുപ്രധാന ചോദ്യങ്ങൾ രമേശ് ചെന്നിത്തല ചോദിച്ചിരിക്കുകയാണ് വൈദ്യുത മന്ത്രിയോട്. 5 കോടി രൂപയുടെ ടെൻഡർ മാത്രം വിളിക്കാൻ അധികാരമുള്ള സിഇഒ എങ്ങനെയാണ് 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ആ വിഷയം രാഷ്ട്രീയമായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക്.
അജിത്, അവിടെ പോലീസ് എന്ത് തുടർ നീക്കത്തിനാണ് ഒരുങ്ങുന്നത്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിൽക്കുമ്പോൾ? ലക്ഷ്മി പത്മ, ചിറ്റൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നത്. വലിയ മുന്നൊരുക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നു. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ റോഡ് മുഴുവൻ കെട്ടിയടച്ച നിലയിലായിരുന്നു. അല്പം കയർ ഉപയോഗിച്ച് ബാരിക്കേഡെല്ലാം ചേർത്ത് കെട്ടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അതിനുശേഷമാണ് ഈ പ്രവർത്തകരെത്തി ഈ ബാരിക്കേഡ് ഇപ്പോൾ മറിച്ചിട്ട് അതിന് മുകളിൽ നിൽക്കുന്നത്. പോലീസ് ഇപ്പോൾ ഇതുവരെ ഏതെങ്കിലും ഒരു നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഒരു തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. പ്രവർത്തകർ അകത്തേക്ക് കടന്നു പോകണമെന്ന് പറയുമ്പോൾ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം ഒന്നും ഇതുവരെ മുതിർന്നിട്ടില്ല. മാത്രമല്ല പ്രവർത്തകരും പോലീസും തമ്മിൽ നിരവധി തവണ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. വീണ്ടും അത്തരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ. വീണ്ടും അതൊരു ഉന്തും തള്ളും ഒരു ചെറിയ വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതാണെങ്കിലും കൂടുതൽ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി തുടരുകയാണ്. ഒരു തരത്തിലും തങ്ങളെ അകത്തേക്ക് കടത്തിവിടാതെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ ചിറ്റൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചാണ് ഈ മാർച്ച് തടഞ്ഞിരിക്കുന്നത്. അവർക്ക് അകത്തേക്ക് കടന്നു പോകണമെന്നുള്ളതാണ് ആവശ്യം. പക്ഷേ പോലീസ് അതിന് അനുവദിക്കുന്നില്ല. ഏതാണെങ്കിലും ബാരിക്കേഡ് പൂർണ്ണമായും യൂത്ത് പ്രവർത്തകർ തകർത്തിരിക്കുന്നു. അതിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം അവർ തുടരുന്നത്. അകത്തേക്ക് കടന്നു പോകണമെന്നുള്ളതാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങളുടെ ആവശ്യം. അകത്തേക്ക് കടന്നു പോകണം. അങ്ങോട്ട് പ്രവർത്തകർ അങ്ങോട്ട് ചാടിയിരിക്കുകയാണ്. പോലീസ് അതിനൊരു പ്രവർത്തക സാഹചര്യം കൂടുതൽ വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. രണ്ട് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ്, പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. രണ്ട് പ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ട് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അകത്തേക്ക് കടന്ന രണ്ട് പ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ബാക്കി ഇവിടെ പ്രതിഷേധിക്കുകയാണ്. അകത്തേക്ക് രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ബാക്കി പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും പിരിഞ്ഞു പോകാൻ, അകത്തേക്ക് കടത്തിവിടാതെ പിരിഞ്ഞു പോകാൻ തയ്യാറാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. ഒരു തരത്തിലും ഈ പ്രതിഷേധം അവസാനിച്ചിവിടുന്ന് മടങ്ങാൻ തയ്യാറല്ല. അത്തരത്തിൽ നീണ്ട നേരമായി ഇപ്പോൾ ഇവിടെ റോഡ് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്ത റോഡിലാണ് പ്രതിഷേധം നടക്കുന്നത്. അത്തരത്തിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് മുകളിലായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണുള്ളത്. പോലീസ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിൽ നിന്ന് പ്രവർത്തകർ ഇറങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. രണ്ട് പ്രവർത്തകരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. റോഡിൽ എത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ്. നമുക്ക് ചോദിക്കാം, എങ്ങനെ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രവർത്തകർ തുടരുന്നത്. പോലീസ് 3 പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റോഡിന്റെ മുകളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഈ പ്രതിഷേധം ഇനിയും തുടരും. അകത്തേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറാവണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് മുമ്പിലേക്ക് വെക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തല 9 ചോദ്യങ്ങളുമായി ഇന്ന് കൃഷ്ണൻകുട്ടിയോട് 9 ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായുള്ളത്. നേരത്തെ പ്രാദേശികമായി കോൺഗ്രസ് ഇവിടെ ഉന്നയിച്ച വിഷയമാണ്. ആ വിഷയം പിന്നീട് സംസ്ഥാന തലത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ സംഘടനാ തലത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മാർച്ച് നടത്തി ഇതിലൊരു പൊതുമധ്യത്തിലേക്ക് ഈ വിഷയം ചർച്ചയാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നിരവധിയായിട്ടുള്ള പത്രസമ്മേളനങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം ഇപ്പോൾ പോലീസ് തടഞ്ഞതിന് പിന്നാലെ 3 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത പിന്നാലെ റോഡിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. രമേശ് ചെന്നിത്തലയുടെ അനർട്ട് അഴിമതി ആരോപണത്തിൽ പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.